ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു. 7 പതിറ്റാണ്ടോളം നക്ഷത്രശോഭയോടെ ജ്വലിച്ച ആ ജ്ഞാനപീഠ ജേതാവ് ഇനിയില്ല. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം.ടിയുടെ വിയോഗത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിന് ഇന്നേക്ക് 2 പതിറ്റാണ്ട്. ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ. വാർത്തകൾ വിശദമായി. മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു. 7 പതിറ്റാണ്ടോളം നക്ഷത്രശോഭയോടെ ജ്വലിച്ച ആ ജ്ഞാനപീഠ ജേതാവ് ഇനിയില്ല. ഹൃദയസ്തംഭനത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു 91കാരനായ ആ മഹാപ്രതിഭയുടെ അന്ത്യം. ഈ മാസം 16-ന് പുലർച്ചെ ശ്വാസതടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഹൃദയാഘാതമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കാണിച്ചെങ്കിലും പിന്നീട് ന്യൂമോണിയ ബാധിച്ച് നില വഷളായി. ഭൌതിക ശരീരം രാത്രി 12 മണിയോടെ നടക്കാവിലെ സിത്താര എന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി. മരണവാർത്തയറിഞ്ഞ് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ആശുപത്രിയിലും വസതിയിലും എത്തി. വൈകിട്ട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. മലയാള സാഹിത്യത്തിൽ കാലത്തിന് പകരം വെക്കാൻ കഴിയാത്ത രണ്ടക്ഷരങ്ങളാണ് എം.ടി. ഒരു കാലഘട്ടത്തിന്റെയും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയുടെയും ആഖ്യാനങ്ങളാണ് എം.ടിയുടെ രചനകൾ. 1933 ജൂലൈ 15-ന് കൂടല്ലൂരിൽ ടി. നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി ജനിച്ച മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം.ടി. കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1951-ൽ ബി.എസ്.സി. കെമിസ്ട്രി ബിരുദം നേടി. അധ്യാപകൻ, ഗ്രാമസേവകൻ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പത്രാധിപർ, കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ എം.ടി. സാഹിത്യ സാംസ്കാരിക മേഖലകളുടെ പെരുന്തച്ഛനായി മാറുകയായിരുന്നു. ഇംഗ്ലീഷിലേക്കും മറ്റൊരുപാട് ഭാഷകളിലേക്കും അദ്ദേഹത്തിന്റെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1948-ൽ ചിത്രകേരളം മാസികയിൽ പ്രസിദ്ധീകരിച്ച വിഷുക്കൈനീട്ടമാണ് ആദ്യ കഥ. ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ 25-ാം വയസ്സിൽ 1958-ൽ പുറത്തിറങ്ങിയ നാലുകെട്ടാണ്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വഴികളിലേക്ക്. കാലത്തെ അതിജീവിച്ച അക്ഷരപ്രപഞ്ചമാണ് എം.ടിയുടേത്. മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, രണ്ടാമൂഴം, വാരാണസി തുടങ്ങിയ നോവലുകളും, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, എം.ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ, ഡാറസലാം, രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ഷെർലക്ക് തുടങ്ങിയ കഥാസമാഹാരങ്ങളും കാലാതിവർത്തികളാണ്. ഗോപുരനടയിൽ എന്ന നാടകം, കാഥികന്റെ കല, കാഥികന്റെ പണിപ്പുര, ഹെമിംഗ്വേ ഒരു മുഖവുര, കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്നീ പ്രബന്ധങ്ങളും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിവരണവും മലയാളത്തിന്റെ മുതൽക്കൂട്ടുകളാണ്. സ്നേഹാദരങ്ങളോടെ, അമ്മയ്ക്ക് എന്നീ ഓർമ്മപുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നു. മലയാളത്തിലെ തിരഭാഷയുടെ സൌന്ദര്യ സങ്കല്പങ്ങളുടെ വേറിട്ട വഴി അടയാളപ്പെടുത്തിയതും എം.ടിയാണ്. 54-ലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതി. 7 സിനിമകൾ സംവിധാനവും ചെയ്തു. മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി. പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, വൈശാലി, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ, നഗരമേ നന്ദി, നിഴലാട്ടം, ഒരു ചെറു പുഞ്ചിരി, നീലത്താമര, പഴശ്ശിരാജ തുടങ്ങിയ തിരക്കഥകൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക് അഭ്രരൂപമായി മാറി. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും, ഓളവും തീരവും, ബന്ധനം, ഓപ്പോൾ, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, അനുബന്ധം, തൃഷ്ണ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, അമൃതം ഗമയ, പെരുന്തച്ചൻ, സുകൃതം, ഒരു ചെറു പുഞ്ചിരി, തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു. എം.ടി. തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ് നിരവധി ലോക ചലച്ചിത്രോത്സവങ്ങളിൽ ബഹുമാനിതമായി. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേം നസീർ അവാർഡ് ലഭിച്ചു. മികച്ച സീരിയൽ വിഭാഗത്തിൽ നാലുകെട്ടിന് 1996-ലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചു. രണ്ടാമൂഴം എന്ന നോവൽ വയലാർ അവാർഡും മുട്ടത്തുവർക്കി ഫൌണ്ടേഷൻ അവാർഡും നേടി. നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും, കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, വാനപ്രസ്ഥത്തിന് ഓടൽക്കുഴൽ അവാർഡും ലഭിച്ചു.
1996-ൽ ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനായി. 2005-ൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും 1996-ൽ ഓണററി ഡി.ലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. മാതൃഭൂമി പീരിയോഡിക്കൽസ് പത്രാധിപരായിരുന്ന എം.ഡി. സാഹിത്യത്തിലെ പുതുമുഖങ്ങളെ എഴുത്തുവഴിയിലേക്ക് നയിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നീണ്ടകാലം തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചു. ഒട്ടേറെ സിനിമകൾക്ക് തിരക്കഥയെഴുതി. 7 സിനിമകൾ സംവിധാനം ചെയ്തു. മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥയെഴുതി. പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, വൈശാലി, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ, നഗരമേ നന്ദി, നിഴലാട്ടം, ഒരു ചെറുപുഞ്ചിരി, നീലത്താമര, പഴശ്ശിരാജ തുടങ്ങിയ തിരക്കഥകൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക് അപ്രരൂപമായി മാറി. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും, ബന്ധനം, ഓപ്പോൾ, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, അനുബന്ധം, തൃഷ്ണ, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, അമൃതം ഗമ്യ, പെരുന്തച്ചൻ, സുഹൃതം, ഒരു ചെറുപുഞ്ചിരി, തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം.എൻ. കാരശ്ശേരിയുടെ വാക്കുകൾ. എം.ടിയുടെ മരണം ഓരോ മലയാളിയും വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും എന്നാണ് എന്റെ ബോധ്യം. ആ കൂട്ടത്തില് ഒരിത്തിരി കൂടി അധികം നഷ്ടം, വ്യസനം ഈ സമയത്ത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിന്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. അദ്ദേഹം സാഹിത്യരംഗത്തും സിനിമാ രംഗത്തും സാംസ്കാരിക പ്രവർത്തന മേഖലയിലും പത്രപ്രവർത്തന രംഗത്തും ഒക്കെ തന്റേതായ ഒരു കാലഘട്ടം സൃഷ്ടിച്ച ആളാണ്. അദ്ദേഹം മഹാഭാഗ്യവാനാണ്. ഏതൊക്കെ മേഖലകളിൽ കൈവച്ചോ അതൊക്കെയും വലിയ വിജയമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ജന്മസിദ്ധമായ കഴിവുണ്ട്. കഠിനമായി അധ്വാനിക്കുന്ന ഒരാളാണ്. വിശ്രമം അറിയാത്ത ഒരാളാണ്. സിദ്ധിയും സാധനയും ഒത്തുകൂടിയ ഒരാളാണ്. ഭാഗ്യവാനാണ്. അവസരത്തിന്റെ ആനുകൂല്യം വളരെ കിട്ടിയ ആളാണ്. തന്റേതായ ഒരു കാലം അദ്ദേഹം സൃഷ്ടിച്ചു. എം.ടിയുടെ മരണത്തോടുകൂടി ഒരു കാലഘട്ടം അവസാനിക്കുന്നു എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എഴുത്തുകാരൻ എൻ.ബി. ഹാഫിസ് മുഹമ്മദ് എം.ഡിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, വ്യക്തിപരമായും മലയാളത്തിനും പകരം വെക്കാനില്ലാത്ത നഷ്ടം. ചുരുങ്ങിയ കാലം കൊണ്ട് എഴുത്തുകാരൻ എന്ന നിലയിലുള്ള പ്രശസ്തി പരമാവധി ഉണ്ടാക്കി പിന്നീട് മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത കൃതികൾ തന്ന എം.ടി ഇന്നില്ല. മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഷോക്കാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ബാക്കിയുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സാഹിത്യ പ്രപഞ്ചം മലയാളത്തിൽ എന്നും അനശ്വരമായിരിക്കും. എം.ടി എന്റെ കുടുംബത്തിന്റെ ഒരംഗമായിരുന്നു. ഉപ്പയുടെ എൻ.പി. മുഹമ്മദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലൊരാൾ. ആത്മസൗഹൃദത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ അറബിപ്പൊന്നുണ്ട്. കുടുംബത്തിന്റെ ഒരംഗം ഇല്ലാതായ പോലെ തോന്നുന്നു. സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരേപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ജ്ഞാനപീഠ സമ്മാനിതൻ എം.ഡി. വാസുദേവൻ നായരെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു. ആധുനികതയുടെ ഭാഗവതത്വം ചേർന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരനായും ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച പത്രാധിപരായും മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് എം.ഡി. നൽകിയ സംഭാവന അതുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാള സാഹിത്യത്തെ ലോകസാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയെയാണ് എം.ഡിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് സവിശേഷമായും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മലയാളത്തിലെ പ്രിയ സാഹിത്യകാരൻ എം.ഡിയുടെ വിയോഗത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ ഗവൺമെന്റ് പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 7 വിഭാഗങ്ങളിലായി അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച 17 കുട്ടികളാണ് ഈ വർഷം പ്രധാനമന്ത്രിയുടെ ബാലപുരസ്കാരത്തിന് അർഹരായത്. ഭാരതമണ്ഡപത്തിൽ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിസംബോധന ചെയ്യും. ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിന് ഇന്നേക്ക് 2 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. 2004 ഡിസംബർ 26 ഉച്ചയോടെ ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ തകർത്ത കൊല്ലം ആലപ്പാട് കടൽത്തീരത്ത് ഇന്ന് അനുസ്മരണ പരിപാടികൾ നടത്തും. ശബരിമലയിൽ 41 ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. ഉച്ചയ്ക്ക് 12നും 12:30നും ഇടയിലെ മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മെൽബണിൽ ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 1 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു. 7 പതിറ്റാണ്ടോളം നക്ഷത്രശോഭയോടെ ജ്വലിച്ച ആ ജ്ഞാനപീഠ ജേതാവ് ഇനിയില്ല. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം.ഡിയുടെ വിയോഗത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25-ന്.